ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഫിസിക്സ് പുസ്തകത്തിലെ പാർട്ട് 2 ആണ്. പാർട്ട് 2വിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഇതിന് മുന്നത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് അവൈലബിൾ ആണ്. അവിടെ പോയി ഓരോ ക്ലാസ്സിൻ്റെയും പ്ലേലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് കറക്റ്റ് പഠിച്ച് വരാവുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാൻ പോവാണ് പ്രവൃത്തി ഊർജം പവർ ആണ് പാർട്ട് 2വിലെ ആദ്യത്തെ ചാപ്റ്റർ. പ്രവൃത്തി ഊർജം പവർ നോക്കാം. ഓക്കെ, പ്രവൃത്തി ഊർജം പവർ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ മുന്നത്തെ ചാപ്റ്റർ പഠിച്ചിട്ട് വരണം. കാരണം അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഇതിനകത്ത് പറയുന്നുണ്ട്. സോ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ നോക്കി വരുന്നതായിരിക്കും ബെറ്റർ. നമുക്ക് നോക്കാം. ബലം പ്രയോഗിക്കുമ്പോൾ മാത്രമേ വസ്തുക്കൾക്ക് സ്ഥാനാന്തരം ഉണ്ടാകുകയുള്ളൂ. അതായത് ഇപ്പം നമ്മളൊരു മേശ തറയിലിട്ടിരിക്കുകയാണ്. നമ്മൾ അതിനകത്ത് ബലം പിടിച്ചാൽ മാത്രമേ അതിന് നമുക്ക് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ഒന്ന് മാറ്റാനായിട്ട് കഴിയത്തുള്ളൂ. സോ ബലം പ്രയോഗിക്കുമ്പോൾ മാത്രമേ വസ്തുക്കൾക്ക് സ്ഥാനാന്തരം ഉണ്ടാകുകയുള്ളൂ. എന്നാൽ നമ്മൾ എപ്പോഴും ബലം പ്രയോഗിച്ച ദിശയിലാണോ സ്ഥാനാന്തരം ഉണ്ടാകുന്നത്? ബലം പ്രയോഗിച്ചിട്ടും സ്ഥാനാന്തരം ഉണ്ടാകാത്ത സന്ദർഭങ്ങളുണ്ടോ? ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്? ക്രിക്കറ്റ് ബോളിനെ അടിക്കുകയാണെങ്കിൽ അത് അടിച്ച് തെറിപ്പിക്കപ്പെടുന്നു, സ്ഥാനാന്തരം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ബലം പ്രയോഗിച്ച ദിശയിൽ തന്നെ സ്ഥാനാന്തരം ഉണ്ടാകുന്നു. പക്ഷേ ബലം പ്രയോഗിച്ച ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടാകാത്തതാണ് ചുമര് തള്ളുന്നത്. നമ്മളൊരു ചുമരിൽ പോയി നമ്മൾ ബലം ഫുൾ എടുക്കുകയാണ്, പക്ഷേ എന്ത് സംഭവിക്കുന്നു? സ്ഥാനാന്തരം ഉണ്ടാകുന്നില്ല. അപ്പോൾ ബലം പ്രയോഗിച്ചിട്ടും കാര്യമില്ല, വസ്തു ചലിക്കണം എന്നില്ല. അപ്പോൾ സ്ഥാനാന്തരം ഉണ്ടാകുന്നുണ്ടെങ്കിൽ മാത്രമേ അവിടെ നമ്മളൊരു പ്രവൃത്തി ചെയ്തു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. എല്ലായ്പ്പോഴും വസ്തുവിന് സ്ഥാനാന്തരം സംഭവിക്കുന്നില്ല. വസ്തുക്കൾക്ക് ബലത്തിൻ്റെ ദിശയിൽ സ്ഥാനാന്തരം ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ പ്രവൃത്തി ചെയ്തതായി കണക്കാക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങൾ എന്ത് ചെയ്യാണ്? എൻ്റെ സർവ്വബലം എടുത്ത് തള്ളുകയാണ്. അപ്പോൾ നിങ്ങൾ ചെന്ന് വീഴുന്നു എങ്കിൽ അവിടെ എന്ത് സംഭവിച്ചു? അവിടെ സ്ഥാനാന്തരം ഉണ്ടായി. അതുകൊണ്ട് ഞാൻ പ്രവൃത്തി ചെയ്തു. പക്ഷെ നിങ്ങളൊരു ഭിത്തിയോട് ചേർന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ ഞാൻ എങ്ങനെ ബലം പ്രയോഗിച്ച്, പക്ഷെ ഭിത്തി ചേർന്നിരിക്കണോണ്ട് തന്നെ ഞാൻ തള്ളിയാലും നിങ്ങൾ നീങ്ങത്തില്ല അല്ലേ? അല്ലെങ്കിൽ നല്ല വെയിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ അവർ ബലം പിടിച്ചിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യത്തില്ല? നീങ്ങത്തില്ല. സോ അവിടെ ഞാൻ പ്രവൃത്തി ചെയ്തില്ല. സ്ഥാനാന്തരം ഉണ്ടാകുന്നെങ്കിൽ മാത്രമേ അവിടെ പ്രവൃത്തി ചെയ്തതായി കണക്കാക്കപ്പെടുന്നുള്ളൂ. ഓക്കെ, ഇനി അപ്പോൾ എന്താണ് പ്രവൃത്തി അഥവാ വാക്ക്? ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ ആ വസ്തുവിന് ബലം പ്രയോഗിച്ച ദിശയിൽ സ്ഥാനമാറ്റം ഉണ്ടായെങ്കിൽ മാത്രമേ പ്രവൃത്തി ചെയ്തതായിട്ട് കണക്കാക്കുകയുള്ളൂ. ഒരു വസ്തുവിൽ എഫ് ന്യൂട്ടൺ ബലം തുടർച്ചയായി പ്രയോഗിച്ചപ്പോൾ ബലത്തിൻ്റെ ദിശയിൽ എസ് മീറ്റർ സ്ഥാനാന്തരം ഉണ്ടായി. അപ്പോൾ ആ ബലം ചെയ്ത പ്രവൃത്തി എത്രയാണ്? W=Fs. W ഫോർ വർക്കാണ്, പ്രവൃത്തിയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു Fs. എഫ് എന്നത് അവിടെ ബലം പ്രയോഗിച്ച ബലമാണ്. എസ് എന്നത് അവിടുത്തെ സ്ഥാനാന്തരമാണ്. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ടുള്ളൊരു പ്രോബ്ലം നോക്കുകയാണ്. ഒരു വസ്തുവിൽ 10 ന്യൂട്ടൺ ബലം തുടർച്ചയായി പ്രയോഗിച്ചപ്പോൾ 2 മീറ്റർ സ്ഥാനാന്തരം ഉണ്ടാകുന്നുവെങ്കിൽ ആ ബലം ചെയ്ത പ്രവൃത്തിയുടെ അളവ് കണക്കാക്കുക. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം എന്താണ്? W വർക്ക്, W=Fs ആണ്. സോ എഫ് എന്നാൽ F=10 ന്യൂട്ടൺ ആണ്, S=2 മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. 10 × 2 20. പക്ഷെ അവിടെയല്ല വിഷയം വരുന്നത്, യൂണിറ്റ് ഏതാണെന്നാണ് വിഷയം വരുന്നത്. അപ്പോൾ യൂണിറ്റ് എഫിൻ്റെത്, അതായത് ബലത്തിൻ്റെത് ന്യൂട്ടൺ ആണ്, സ്ഥാനാന്തരത്തിൻ്റെത് മീറ്ററാണ്. സോ നമ്മൾ ന്യൂട്ടൺ മീറ്റർ എന്ന് എഴുതി. അപ്പോൾ പ്രവൃത്തിയുടെ ഒരു യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ആണ്. ഈ ന്യൂട്ടൺ മീറ്ററിനെ നമ്മൾ ജൂൾ എന്നാണ് വിളിക്കുന്നത്. ന്യൂട്ടൺ മീറ്ററിനെ നമ്മൾ എന്ത് വിളിക്കും? ജൂൾ എന്നാണ് വിളിക്കുന്നത്. അതായത് 1000 ജൂൾ ചേർന്നതാണ് 1 കിലോ ജൂൾ എന്ന് പറയുന്നത്. 1000 ജൂൾ ചേർന്നതാണ് 1 കിലോ ജൂള്. അപ്പോൾ ജൂൾ പ്രവൃത്തിയുടെ യൂണിറ്റാണ്, ന്യൂട്ടൺ മീറ്ററും പ്രവൃത്തിയുടെ യൂണിറ്റാണ്. ഇനി ആരാണ് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. യാന്ത്രികോർജം, വൈദ്യുതോർജം, താപോർജം. ഏതൊക്കെയാണ്? യാന്ത്രികോർജം, വൈദ്യുതോർജം, താപോർജം എന്നിവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഗവേഷണം നടത്തിയ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ജെയിംസ് പ്രെസ്കോട്ട് ജൂള്.
ഇദ്ദേഹം ജൂൾ നിയമം, ഊർജ സംരക്ഷണ നിയമം എന്നിവ ആവിഷ്കരിച്ചു. ജൂൾ നിയമം പേരിൽ നിന്ന് തന്നെ കിട്ടും അല്ലേ, ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ ആണെന്ന്. പക്ഷെ ഓർത്തിരിക്കേണ്ട കാര്യം, ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ ആണ്. പ്രവൃത്തി, ഊർജം എന്നിവയുടെ യൂണിറ്റിന് ജൂൾ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കാണ്. അപ്പോൾ പ്രവൃത്തിയുടെ യൂണിറ്റും ഊർജത്തിന്റെ യൂണിറ്റും ജൂളാണ്. 1000 ജൂൾ എന്നാൽ 1 കിലോ ജൂളാണ്. അടുത്തത് പറയുന്നത്, ഒരു വസ്തു മുകളിലേക്ക് ഉയർത്തുമ്പോൾ, ഞാൻ പറയുന്ന കാര്യം നിങ്ങളൊന്ന് മനസ്സിൽ ദൃശ്യവൽക്കരിക്കുക. ഓക്കെ, ഒരു വസ്തു നമ്മൾ മുകളിലേക്ക് ഉയർത്തുകയാണെങ്കിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്യുന്ന പ്രവൃത്തി W=mgh ആയിരിക്കും. അപ്പം നമുക്കറിയാം, നമ്മൾ ഗുരുത്വാകർഷണത്തിനെതിരെ അല്ലെങ്കിൽ ത്തിനെതിരെ നമ്മൾ ഒരു കൊടുക്കുകയാണെങ്കിൽ അവിടെ F=mg ആയിരിക്കും വരുന്നത്. സോ ഇവിടെ W=mgh ആയിരിക്കും. ഓക്കെ, അവിടെ സ്ഥാനാന്തരം ഉണ്ടാകുന്നത് ആ ഹൈറ്റിനാണ് സ്ഥാനാന്തരം ഉണ്ടാകുന്നത്. അവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ബലമാണ്. സോ F=mg ആണ്. അതുകൊണ്ട് W=mgh ആയിരിക്കും ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവ്. അപ്പോൾ നമുക്ക് നോക്കാം, അത് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലം. 100 ഗ്രാം മാസുള്ള ഒരു പുസ്തകം തറയിൽ നിന്ന് 1 മീറ്റർ ഉയരമുള്ള മേശപ്പുറത്തേക്ക് ഉയർത്തി വയ്ക്കുമ്പോൾ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ പ്രയോഗിക്കുന്ന ബലം ചെയ്ത പ്രവൃത്തിയുടെ അളവ് കണക്കാക്കുക. ഇവിടെ G സാധാരണ നമ്മൾ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എടുക്കുന്നത്. അതിനെ റൗണ്ട് ചെയ്തിട്ട് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ M= നമുക്ക് എന്തറിയാം, 100 ഗ്രാം മാസുള്ള ഒരു പുസ്തകമാണ്. അപ്പം 100 ഗ്രാം എന്ന് എഴുതുന്നു. ഇതിനെ നമ്മൾ എങ്ങോട്ട് മാറ്റി? ബേസിക് യൂണിറ്റ്, അടിസ്ഥാന യൂണിറ്റായ കിലോഗ്രാമിലേക്ക് മാറ്റി. അപ്പോൾ എത്ര കിട്ടി? 100/1000 ആണ്. 1000 ഗ്രാമാണ് 1 കിലോഗ്രാം. അപ്പം 100 ഗ്രാമിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിലോഗ്രാമിനുള്ള കിലോഗ്രാമിനുള്ള അളവ് കിട്ടും. സോ 0.1 കിലോഗ്രാം. ദെൻ ഗ്രാം, G ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഈ G എന്താണ്? 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. G എന്താണ്? ത്വരണമാണ്. ത്വരണം, ഭൂഗുരുത്വാകർഷണ ത്വരണമാണ് G=10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. H=1 മീറ്റർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. സോ W=mgh. ആൻസർ എല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ നമുക്ക് 1 ജൂൾ എന്ന് കിട്ടും. അപ്പം എന്താണ് 1 ജൂള്? അവിടെ നമുക്ക് ക്രോഡീകരിക്കാം. 100 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവാണ് 1 ജൂള്. എന്താണ് 1 ജൂള്? 100 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവാണ് 1 ജൂൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, തറയിലിരിക്കുന്ന ഒരു വസ്തുവിനെ നമ്മൾ വലിക്കുമ്പോൾ ബലം പ്രയോഗിക്കുന്ന ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ ഈ ബലം ചെയ്ത പ്രവൃത്തി പോസിറ്റീവും തറ പ്രയോഗിച്ച കർശന ബലം ചെയ്ത പ്രവൃത്തി നെഗറ്റീവും ആയിരിക്കും. എന്താണ്? നമ്മൾ തറയിലിരിക്കുന്ന ഒരു വസ്തുവിനെ വലിക്കുകയാണ്. വസ്തുവിനെ വലിച്ചപ്പോൾ അവിടെ ഒരു സ്ഥാനാന്തരം ഉണ്ടായി എങ്കിൽ നമ്മൾ പ്രയോഗിച്ച ബലം ചെയ്ത പ്രവൃത്തി പോസിറ്റീവും എന്നാൽ തറ പ്രയോഗിച്ച കർശന ബലം ചെയ്ത പ്രവൃത്തി നെഗറ്റീവും ആയിരിക്കും. ഓക്കെ, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജമെന്ന് അറിയപ്പെടുന്നത്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ്. പ്രവൃത്തിയുടെ അളവ് തന്നെയാണ് ഊർജത്തിൻ്റെയും അളവ്. അതിനാൽ ഊർജത്തിൻ്റെ അളവും നമ്മുടെ യൂണിറ്റ് എന്താണ്? ജൂള തന്നെയാണ്. നിത്യജീവിതത്തിൽ വിവിധ പ്രവർത്തനങ്ങൾക്ക് വിവിധ ഊർജ രൂപങ്ങൾ നാം ഉപയോഗിക്കാറുണ്ട്. ഇത്തരത്തിൽ യാന്ത്രികോർജ്ജമുണ്ട്, താപോർജ്ജമുണ്ട്, വൈദ്യോർജ്ജമുണ്ട്, രാസോർജ്ജമുണ്ട്. അങ്ങനെ നമ്മൾ തൊടുന്നതിനും പിടിക്കുന്നതിനെല്ലാം ഊർജ്ജമുണ്ട് അല്ലേ. അപ്പോൾ ഊർജത്തിൻ്റെ യൂണിറ്റ് ജൂളാണ്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജമെന്ന് പറയുന്നത്. അടുത്തത്, നമ്മുടെ യാന്ത്രികോർജ്ജത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ 2 തരത്തിലുള്ള യാന്ത്രികോർജ്ജമുണ്ട്. ഒന്നാമത്തത് ഗതികോർജ്ജവും രണ്ടാമത്തത് സ്ഥിതികോർജ്ജവും. അപ്പോൾ യാന്ത്രികോർജ്ജം 2 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തത് ഗതികോർജ്ജവും രണ്ടാമത്തത് സ്ഥിതികോർജ്ജവും. ടോയ് കാറിൻ്റെ ചലനം കൊണ്ട് നമ്മളൊരു ടോയ് കാറിനെ ചലിപ്പിക്കുകയാണെങ്കിൽ അപ്പോൾ അതിനെന്തുണ്ട്? പ്രവൃത്തി ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അതായത് ഇവിടെ ടോയ് കാറിന് ഒരു ഊർജമുണ്ട്, അതാണ് ഗതികോർജം. അപ്പോൾ ചലിക്കുന്ന വസ്തുക്കൾക്ക് എന്തുണ്ട്? ഗതികോർജമുണ്ട്. അപ്പം ഞാൻ നടന്നു പോവാണ്, അപ്പം എനിക്ക് എന്തുണ്ട്? ഗതികോർജമുണ്ട്. നിങ്ങൾ ഇരുന്ന് ആടുകയാണ്, അപ്പം നിങ്ങൾക്ക് എന്തുണ്ട്?
ഗതികോർജമുണ്ട്. സോ ചലിക്കുന്ന വസ്തുക്കൾക്കെല്ലാം തന്നെ ഗതികോർജമുണ്ട്. ഒരു വസ്തുവിന് അതിന് ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജത്തിനെയാണ് ഗതികോർജം അഥവാ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇനി നമ്മുടെ ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമപ്രകാരം ഒരു സംഭവം ചെയ്തിരിക്കുകയാണ്. എഫ് ഈക്വൽ ടു എം എ ആയതുകൊണ്ട് നമുക്ക് ഡബ്ല്യു ഈക്വൽ ടു എം എ എസ് എന്ന് എടുക്കാം. അതായത് ടോയ് കാറിൻ്റെ ഒരു പ്രോബ്ലം വെച്ചിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എഫ് ഈക്വൽ ടു രണ്ടാം ചലന നിയമമാണ് എന്ത്, എഫ് ഈക്വൽ ടു എം എ എന്നുള്ളത്. അവിടെ നമുക്ക് എഫ് ഈക്വൽ ടു എം എ എന്ന് കിട്ടുകയാണെങ്കിൽ ഡബ്ല്യു ഈക്വൽ ടു എഫ് എസ് ആണെന്ന് നമുക്കറിയാം. സോ എം എ എസ് ആണെന്ന് നമുക്ക് എഴുതാം. എന്താണ്, വർക്ക് ഈക്വൽ ടു എം എ എസ്. ഇനി രണ്ടാം ചലന സമവാക്യ പ്രകാരം വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ആണ്. അവിടെ നമുക്ക് കാറിൻ്റെ ആദ്യ പ്രവേഗം ജസ്റ്റ് നിങ്ങൾക്കത് ആവശ്യമില്ല, നിങ്ങൾ ഒരൊറ്റ കാര്യം മാത്രം ഇവിടെ ഓർമ്മിച്ചിരുന്നാൽ മതി. ഡബ്ല്യു ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ആണെന്ന്. അതായത് എന്താണ് ഹാഫ് എം വി സ്ക്വയർ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഡബ്ല്യു ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ? എം എന്നാൽ അവിടുത്തെ മാസാണ്, വി എന്നാൽ അവിടുത്തെ വെലോസിറ്റിയാണ്. അപ്പോൾ എം വി സ്ക്വയർ ആണ്. ഹാഫ് എം വി സ്ക്വയർ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ്. അതുപോലെ വർക്ക് ചോദിക്കുകയാണെങ്കിലും എമ്മും വിയും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാഫ് എം വി സ്ക്വയർ എന്നുള്ള ഇക്വേഷനിൽ ഇട്ടിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. ഗതികോർജവും ആക്കവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ആക്കത്തെ പറ്റി. ആക്കം പി ഈക്വൽ ടു എം വി ആണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് വി വെലോസിറ്റി ആണ്, വി ഈക്വൽ ടു പി ബൈ എം എന്ന് എടുക്കാം. അപ്പോൾ ഗതികോർജം എന്താണ്? കെ ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഗതികോർജം കൈനറ്റിക് എനർജി കാണാൻ പറ്റുന്നത് ഹാഫ് എം വി സ്ക്വയർ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ നമുക്ക് വി റീപ്ലേസ് ചെയ്യാം. കെ ഈക്വൽ ടു ഹാഫ് എം ഇൻറ്റു പി ബൈ എം ദ ഹോൾ സ്ക്വയർ. അവിടെ റെക്കേറ്റ് ചെയ്യുമ്പോൾ അവസാനം പി സ്ക്വയർ ബൈ 2m എന്ന് കിട്ടും. അപ്പോൾ ഗതികോർജവും ആക്കവും തമ്മിൽ ബന്ധമുണ്ട്. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട സിമ്പിൾ ഇക്വേഷൻ ഓർത്തിരിക്കുക. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനാണ് കെ ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. ഗതികോർജവും ആക്കവും തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ പി ഈക്വൽ ടു എം വി, അവിടെ നിന്ന് നമുക്ക് വി ഈക്വൽ ടു പി ബൈ എം എന്ന് എടുക്കാൻ പറ്റും. അത് ഇക്വേറ്റ് ചെയ്ത് വരുമ്പോൾ പി സ്ക്വയർ ബൈ 2m എന്ന് കിട്ടും. ഇതൊക്കെ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലാതെ നമ്മൾ സാധാരണ LDC വരെയുള്ള എക്സാമുകൾക്ക് വളരെ കുറവായിട്ട് മാത്രമേ ചോദിച്ച് കാണാറുള്ളൂ. LP UP അസിസ്റ്റൻ്റ് എക്സാമുകൾക്ക് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് പഠിക്കണം. ഓക്കെ, എം മാസുള്ള ഒരു വസ്തു വി പ്രവേഗത്തോടെ ചലിക്കുമ്പോൾ അതിൻ്റെ ഗതികോർജം കെ ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ആയിരിക്കും. അതാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ നമുക്കത് വെച്ചിട്ടൊരു പ്രോബ്ലം നോക്കാം. 70 കിലോഗ്രാം മാസുള്ള ഒരാൾ 80 കിലോഗ്രാം മാസുള്ള ഒരു സ്കൂട്ടർ ഓടിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്കൂട്ടറിന് 10 മീറ്റർ/സെക്കൻഡ് പ്രവേഗമുണ്ടെങ്കിൽ ആകെ ഗതികോർജം എത്രയായിരിക്കും? അപ്പോൾ സ്കൂട്ടറിൻ്റെയും അയാളുടെയും വെയിറ്റ് നമ്മൾ അവിടെ എടുക്കണം. കാരണം സ്കൂട്ടറും അയാളും തമ്മിൽ ഉള്ള ആ വെയിറ്റാണ് സ്ഥാനാന്തരം സംഭവിക്കുന്നത്. സോ നമ്മളിവിടെ എം ഈക്വൽ ടു 70 കിലോഗ്രാം അയാളുടെ മാസ് പ്ലസ് 80 കിലോഗ്രാം സ്കൂട്ടറിൻ്റെ മാസ്, അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 150 കിലോഗ്രാം കിട്ടും. വി ഈക്വൽ ടു 10 മീറ്റർ/സെക്കൻഡ് ആണ്. വി എന്താണ്? വെലോസിറ്റി ആണ്. ദെൻ കെ ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ എന്നുള്ള ഇക്വേഷനിൽ കൊടുക്കാം. ദെൻ നമുക്ക് അവിടെ നിന്ന് 7.5 കിലോ ജൂൾ എന്ന് കിട്ടും. 7500 ജൂൾ കിട്ടും. അതിനെ നമ്മൾ കിലോ ജൂളിലേക്ക് മാറ്റും, ബൈ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് 7.5 കിലോ ജൂൾ എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് പ്രവൃത്തി ഊർജ തത്വമാണ്, വർക്ക് എനർജി പ്രിൻസിപ്പിൾ. എം മാസുള്ള ഒരു വസ്തു യു പ്രവേഗത്തോടു കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. വസ്തു സഞ്ചരിക്കുന്ന അതേ ദിശയിൽ ബലം പ്രയോഗിച്ചപ്പോൾ അതിൻ്റെ ത്വരണം എ ആയി. ബലം പ്രയോഗിച്ച ദിശയിൽ വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം എസ് ആണ്. അപ്പോൾ എം പറഞ്ഞു മാസ്, യു ആദ്യ പ്രവേഗം, ദെൻ അന്ത്യപ്രവേഗം വി ആണ്, ദെൻ പിന്നെന്ത് പറഞ്ഞു സ്ഥാനാന്തരം ഉണ്ട് എസ് ആണ്, ത്വരണം സംഭവിക്കുന്നു അത് എ ആണ്. അപ്പോൾ അവിടെ ബലം ചെയ്ത പ്രവൃത്തി എത്രയാണ്? ഡബ്ല്യു ഈക്വൽ ടു എഫ് ഇൻറ്റു എസ് ആണ്. അപ്പോൾ ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമം അനുസരിച്ച് നമുക്കറിയാം എഫ് ഈക്വൽ ടു എം എ ആണെന്ന്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഡബ്ല്യു ഈക്വൽ ടു എം എ ഇൻറ്റു എസ് എന്ന് എഴുതാം. ഇനി ചലന സമവാക്യത്തിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന് കിട്ടും. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു 2as. ദെൻ അവിടെ നിന്ന് നമുക്ക് എ ആക്സലറേഷൻ കണ്ടുപിടിക്കാം. വി സ്ക്വയർ
സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡ് ബൈ 2s എന്നാണ്. അപ്പോൾ അവിടെ W ഈക്വൽ ടു എന്താണ് MAS ആണ്. അപ്പോൾ M കിട്ടി, ആക്സിലറേഷൻ നമ്മൾ v സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2s കിട്ടി, ഇൻറ്റു s ആണെന്ന് കിട്ടി. ദെൻ അവിടെ നിന്ന് നമുക്ക് കിട്ടും W ഈക്വൽ ടു ഹാഫ് mv സ്ക്വയർ മൈനസ് ഹാഫ് mu സ്ക്വയർ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് കണ്ടുപിടിച്ചത്? പിന്നെ പ്രവൃത്തി ഊർജ തത്വമാണ്, വർക്ക് എനർജി പ്രിൻസിപ്പിളാണ് നമ്മളിവിടെ കണ്ടെത്തിയത്. അതായത് മിണ്ടാതിരുന്ന ഒരു വസ്തുവിന് എന്തുണ്ടായി? ഗതികോർജം ഉണ്ടായി. അപ്പം ആ ഒരു ദിശയിൽ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം വെച്ചിട്ട് അവിടെ ബലം ചെയ്ത പ്രവൃത്തി എത്ര എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് W ഈക്വൽ ടു ഹാഫ് mv സ്ക്വയർ മൈനസ് ഹാഫ് mu സ്ക്വയർ എന്ന് കിട്ടിയത്. ഇതും നിങ്ങൾ മനസ്സിൽ വെച്ചിരുന്നാൽ മതി, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ഓക്കെ, നെക്സ്റ്റ് ഇത് ഈ SCERT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ പഠിക്കുന്ന കുട്ടികൾ, അതായത് സ്റ്റുഡൻസും കാണുന്നുണ്ട്. അവരാണെങ്കിൽ ഈ പ്രോബ്ലം ഒക്കെ നന്നായിട്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, പ്രവൃത്തി ഈക്വൽ ടു ഗതികോർജത്തിലുണ്ടായ മാറ്റം, ഇതാണ് പ്രവൃത്തി ഊർജ തത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഗതികോർജത്തിൽ മാറ്റം ഉണ്ടായി. അപ്പോൾ ഈ ഒരു പ്രവൃത്തി ഈക്വൽ ടു ഗതികോർജത്തിലുണ്ടായ മാറ്റമാണ്, ഇതാണ് പ്രവൃത്തി ഊർജ തത്വം. അപ്പോൾ എന്താണ് പ്രവൃത്തി ഊർജ തത്വം? പ്രവൃത്തി, അവിടെ നമ്മൾ ചെയ്ത പ്രവൃത്തി ഗതികോർജത്തിലുണ്ടായ മാറ്റത്തിന് തുല്യമാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷൻ, ഒരു പ്രോബ്ലം നോക്കാം. 2 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ ഈ വസ്തുവിന് 5 ന്യൂട്ടൺ ബലം കൊടുക്കുകയാണെങ്കിലും 10 സെക്കൻഡ് പ്രയോഗിച്ചാൽ പ്രവൃത്തി എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ടൈമാണ് തന്നിരിക്കുന്നത്, F ഒക്കെ തന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം എന്ത് പ്രവൃത്തി എന്ന് പറയുന്നത് ഗതികോർജത്തിലുണ്ടായ മാറ്റമാണ്. ഹാഫ് mv സ്ക്വയർ മൈനസ് ഹാഫ് mu സ്ക്വയർ. u നമുക്കറിയാം നിശ്ചലാവസ്ഥയിലായതുകൊണ്ട് ആദ്യ പ്രവേഗം 0 ആയിരിക്കും. ദെൻ F ഈക്വൽ ടു MA ആണ്. അവിടെ നിന്ന് നമുക്ക് A ഈക്വൽ ടു F ബൈ M കിട്ടും. F എന്നത് 5 ന്യൂട്ടൺ ഡിവൈഡ് ബൈ M എന്നത് 2 കിലോഗ്രാം. സോ ആക്സിലറേഷൻ ഈക്വൽ ടു 2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ആദ്യ ചലന സമവാക്യമായ ന്യൂട്ടന്റെ ആദ്യ ചലന സമവാക്യമായ V ഈക്വൽ ടു U പ്ലസ് 80 എന്നതിൽ ഇത് കൊടുക്കുമ്പോൾ അവിടെ 25 മീറ്റർ പെർ സെക്കൻഡ് ആണ് അന്ത്യപ്രവേഗം എന്ന് കിട്ടും. അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രവൃത്തി കണ്ടുപിടിക്കാം. ഗതികോർജത്തിലുള്ള മാറ്റമാണ് പ്രവൃത്തി. ഹാഫ് mv സ്ക്വയർ മൈനസ് ഹാഫ് mu സ്ക്വയർ, അങ്ങനെ 625 ജൂൾ എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, ദെൻ സ്ഥാനവും സ്ഥിതികോർജവും. ഒരു നിശ്ചിത ഉയരത്തിലുള്ള വസ്തുവിൻ്റെ സ്ഥിതികോർജം ഏത് സ്ഥാനമാണോ 0 പൊട്ടൻഷ്യൽ കാണിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. മറ്റു രീതിയിൽ നിർദ്ദേശിച്ചിട്ടില്ല എങ്കിൽ തറയെയാണ് 0 പൊട്ടൻഷ്യൽ കണക്കാക്കാനുള്ള സ്ഥാനമായി സ്വീകരിക്കുന്നത്. അപ്പോൾ എന്താണ് സ്ഥിതികോർജം? സ്ഥിതികോർജം എന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്ഥലത്ത് മിണ്ടാതിരിക്കുമ്പോൾ നമുക്കുള്ള ഊർജ്ജമാണ് സ്ഥിതികോർജം. അപ്പോൾ നമ്മളൊരു നിശ്ചിത ഉയരത്തിലുള്ള വസ്തുവിൻ്റെ സ്ഥിതികോർജം നോക്കുകയാണെങ്കിൽ ഏത് സ്ഥാനമാണോ 0 പൊട്ടൻഷ്യലായി കണക്കാക്കുന്നത് അതിനെ ആശ്രയിച്ചിട്ടാണ് സ്ഥിതികോർജം എവിടെയാണ് ലഭിക്കുന്നതെന്ന് തീരുമാനിക്കുന്നത്. എങ്കിൽ തറയാണ് നമ്മൾ 0 പൊട്ടൻഷ്യൽ കണക്കാക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ സ്ഥിതികോർജം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എപ്പോഴാണോ ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ കാണിക്കുന്നത് അപ്പോഴാണ് ആ വസ്തുവിന് സ്ഥിതികോർജം ലഭ്യമാകുന്നത്. ഇനി തറയിൽ നിന്നുള്ള ഉയരം കൂടുമ്പോഴും കുറയുമ്പോഴും സ്ഥിതികോർജം എങ്ങനെയാണെന്ന് നോക്കണം. ഒരു വസ്തു മുകളിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഗുരുത്വാകർഷണത്തിനെതിരായി ചെയ്യപ്പെടുന്ന പ്രവൃത്തി വസ്തുവിൽ അധിക ഊർജമായി സംഭരിക്കപ്പെടുന്നു. അതിനാൽ ഉയരം കൂടുന്തോറും ഊർജം കൂടി വരുന്നു. അപ്പൊ എങ്ങനെയാണ് സംഭവം? നമ്മളൊരു വസ്തു മുകളിലേക്ക് ഉയർത്തും തോറും ഗുരുത്വാകർഷണത്തിനെതിരെ പ്രവൃത്തി താഴോട്ട് ചെയ്യപ്പെടുകയാണ്. സോ പ്രവൃത്തി വസ്തുവിൽ അധിക ഊർജം സംഭരിക്കപ്പെടുന്നു. അതിനാൽ ഉയരം കൂടുന്തോറും ഊർജം കൂടി വരുന്നു. ഒരു വസ്തുവിൽ സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജത്തിനെ സ്ഥിതികോർജം, അതായത് സ്ഥിതികോർജം എന്നാൽ U ഈക്വൽ ടു mgh ആണ്. സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് സ്ഥിതികോർജം. സ്ഥാനം കൊണ്ട് സ്ഥിതികോർജം ലഭിക്കുന്ന തെങ്ങിലുള്ള തേങ്ങ ഒരു എക്സാമ്പിൾ ആണ്. സ്ഥാനം കൊണ്ട് സ്ഥിതികോർജം ലഭിക്കുന്നത് U ഈക്വൽ ടു mgh ആണ് അതിൻ്റെ യൂണിറ്റ്. ഉയരം വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് സ്ഥിതികോർജവും വ്യത്യാസപ്പെടുന്നു എന്നുള്ളത് ഓർമ്മിക്കുക. കാരണം ഗുരുത്വാകർഷണ ബലം മുകളിലേക്ക് പോകും തോറും കൂടി വരികയാണ് mgh. അപ്പം ഏറ്റക്കുറച്ചിലനുസരിച്ചിട്ട് അവിടെ സ്ഥിതികോർജം വ്യത്യാസപ്പെടും. തെങ്ങിൽ നിന്ന് തേങ്ങ താഴോട്ട് പതിക്കുന്നതും ഉയരത്തിലുള്ള വാട്ടർ ടാങ്കിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നതും ഒക്കെ ഈ സ്ഥിതികോർജത്തിൻ്റെ ഉയരത്താഴ്ച ആ ഒരു പ്രതിഭാസം വെച്ചിട്ടാണ് ചെയ്യുന്നത്.
1 മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന 200 ഗ്രാം മാസുള്ള ഒരു പുസ്തകത്തിന്റെ സ്ഥിതികോർജം എത്രയായിരിക്കും? അപ്പോൾ അവിടെ എം ആണ്, 1 മീറ്റർ ഉയരത്തിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഹൈറ്റ് അറിയാം, ജി നമുക്കറിയാം 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിട്ട് എളുപ്പത്തിൽ എടുക്കുന്നു. ദെൻ എം എന്നത് 200 ഗ്രാം ആണ്. അത് നമ്മൾ കിലോഗ്രാമിൽ മാറ്റുമ്പോൾ 0.2 കിലോഗ്രാം കിട്ടും. ദാറ്റ് ഈസ് യു, സ്ഥിതികോർജം യു ഈക്വൽ ടു എം ജി എച്ച് ആണ്. 0.2 × 10 × 1 ദാറ്റ് ഈസ് 2 ജൂൾ എന്ന് ആൻസർ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 40 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു തറയിൽ 5 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. വസ്തുവിന്റെ സ്ഥിതികോർജം എത്ര? അപ്പൊ നമുക്ക് എത്ര കിട്ടും? യു ഈക്വൽ ടു എം ജി എച്ച് ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഇടാം, 2000 ജൂൾ എന്ന് കിട്ടും. അടുത്ത, ഒരു വസ്തു മുകളിൽ നിന്നും പകുതി ദൂരം താഴേക്ക് സഞ്ചരിച്ചാൽ വസ്തുവിന്റെ ഗതികോർജം എത്ര? പകുതി ദൂരം താഴേക്ക് സഞ്ചരിക്കുമ്പോൾ ഉയരം എത്രയാണ്? 2.5 മീറ്റർ ആണ് അല്ലേ? അതായത് 5 മീറ്ററുള്ള ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് 2.5 മീറ്റർ ആയിരിക്കും പകുതി ദൂരം. സ്ഥിതികോർജവും പകുതിയാവും. എത്രയാവും? സ്ഥിതികോർജവും പകുതിയാവും. ഊർജ സംരക്ഷണ നിയമം അനുസരിച്ച് ആകെ ഊർജം സ്ഥിരമായിരിക്കും. അതുകൊണ്ട് ഗതികോർജം എത്രയാണ്? 1000 ജൂളാണ്. മനസ്സിലായല്ലോ? മൊത്തം 2000 ജൂൾ എടുക്കും ഈ 500 മീറ്റർ ഉയരത്തിലിരിക്കുന്ന ഒരു വസ്തു സ്ഥിതി ചെയ്യുന്നതിൻ്റെ ആ ജൂൾ എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് താഴേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ അവിടെ പകുതിയാവും, ഊർജത്തിന്റെ പകുതിയാവും. 2.5 മീറ്റർ എന്താവും? സ്ഥിതികോർജത്തിന്റെ പകുതിയാവും. ഊർജ സംരക്ഷണ നിയമം അനുസരിച്ചിട്ട് ഊർജം നശിക്കപ്പെടുന്നുമില്ല, സംരക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത് മറ്റൊരു രൂപത്തിലേക്ക്. സോ അവിടെ ഗതികോർജ 1000 ജൂളും സ്ഥിതികോർജം 1000 ജൂളും ആയിട്ട് മാറും. വസ്തുക്കൾക്ക് സ്ഥിതികോർജം ലഭിക്കുന്നത് സ്ഥാനം കൊണ്ട് മാത്രമാണോ? സ്പ്രിംഗ് അമർത്തുകയും വലിക്കുകയും ചെയ്യുമ്പോൾ മരക്കട്ടയിൽ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവുണ്ട്. സ്പ്രിംഗ് അമർത്തുകയോ വലിക്കുകയോ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ പ്രവൃത്തി ചെയ്യുന്നില്ലേ? സ്പ്രിങ്ങിന് രൂപമാറ്റം ഉണ്ടാക്കാൻ നാം ചെയ്ത പ്രവൃത്തിയാണ് അതിൽ ഊർജമായി നിലകൊള്ളുന്നത്. ഈ ഊർജം സ്ട്രെയിൻ മൂലമുള്ള സ്ഥിതികോർജമാണ്. അപ്പൊ നമ്മൾ കൊടുത്ത ഒരു ബലത്തിലാണ് വീണ്ടും സ്പ്രിംഗ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ കിട്ടിയിരിക്കുന്നത് സ്ട്രെയിൻ മൂലമുള്ള സ്ഥിതികോർജമാണ്. സ്ട്രെയിൻ മൂലം സ്ഥിതികോർജം ലഭ്യമാക്കുന്ന വേറൊരു ഉദാഹരണം ഏതാണ്? കുലച്ചു വെച്ച വില്ല് നമ്മൾ സ്ട്രെയിൻ കൊടുക്കുകയാണ്, അവിടെ ബലമല്ല കൊടുക്കുന്നത്, സ്ട്രെയിൻ ആണ് കൊടുക്കുന്നത്. വലിച്ചു നിർത്തിയിരിക്കുന്ന റബ്ബർ ബാൻഡ്, ഇതെല്ലാം സ്ട്രെയിൻ മൂലം സ്ഥിതികോർജം ലഭ്യമാക്കുന്ന ഉദാഹരണങ്ങളാണ്. അടുത്തത് എന്താണ് ഊർജ സംരക്ഷണ നിയമം? ഊർജ സംരക്ഷണ നിയമം പറയുന്നത് എന്താണ്? ഒരിക്കലും ഒരു ഊർജവും നശിക്കത്തില്ല, അത് മറ്റൊരു രൂപത്തിലേക്ക് കൺസർവ് ചെയ്യപ്പെടുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഊർജ സംരക്ഷണ നിയമം പ്രകാരം ചില ഉപകരണങ്ങൾ പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ഊർജ പരിവർത്തനമാണ് പട്ടികയിൽ കൊടുത്തിരിക്കുന്നത്. വൈദ്യുത ജനറേറ്ററിന്റെ പ്രവർത്തനം യാന്ത്രികോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുക. ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ ഓർമ്മിക്കുക, ഇതിൻ്റെയൊക്കെ ഉപയോഗം എന്താണെന്ന് ഓർമ്മിച്ചാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓപ്ഷനിൽ നിന്ന് തന്നെ ആൻസർ എഴുതാൻ പറ്റും. വൈദ്യുത ജനറേറ്റർ, നമ്മൾ സാധാരണ ജനറേറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? കറണ്ട് പോകുന്ന സമയത്ത്, പിന്നെ എന്തിനു വേണ്ടിയിട്ട്? കറണ്ട് പോകുന്ന സമയത്ത് നമുക്ക് കറണ്ട് അവൈലബിൾ ആക്കാൻ. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? യന്ത്രം പ്രവർത്തിക്കണം. സോ അവിടെ യാന്ത്രികോർജത്തിനെയാണ് വൈദ്യുതോർജമാക്കി മാറ്റുന്നത്. അടുത്തത് ഫാൻ. ഫാൻ എന്ത് ചെയ്യുന്നു? ഫാനിന് വൈദ്യുതി നമ്മൾ കൊടുക്കുന്നു, ഫാൻ കറങ്ങിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു യാന്ത്രികോർജമാണ്. വൈദ്യുതോർജം യാന്ത്രികോർജമായിട്ട് മാറുന്നു. അടുത്തത് ഇസ്തിരിപ്പെട്ടി. ഇസ്തിരിപ്പെട്ടി വൈദ്യുതോർജത്തിനെ താപോർജമാക്കിയാണ് മാറ്റുന്നത്. വൈദ്യുത ബൾബാണെങ്കിലോ വൈദ്യുതോർജത്തെ പ്രകാശോർജമാക്കി മാറ്റുന്നു. കൂടെ താപമൊക്കെ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടെ പ്രകാശോർജമാണ് ഉണ്ടാകുന്നത്. അതായത് ഊർജം നമുക്ക് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഒരു രൂപത്തിലുള്ള ഊർജം മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനേ കഴിയൂ. ഇതാണ് ഊർജ സംരക്ഷണ നിയമം. ഊർജ സംരക്ഷണ നിയമം കൊണ്ടുവന്നത് ആരാണ്? ജെയിംസ് പ്രെസ്കൂട്ട് ജൂളാണ്. ഓക്കെ, അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഊർജ്ജം അല്ലെങ്കിൽ ഊർജത്തിന്റെ സ്രോതസ് എന്നറിയപ്പെടുന്നത് സൂര്യനാണ്. സൂര്യനിൽ നിന്നും പ്രകാശം, ഇൻഫ്രാറെഡ് വികിരണങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചറാണ് ഇതിനകത്ത് കൊടുത്തിട്ടിരിക്കുന്നത്. എന്താണ് പവർ? അടുത്തത്, യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അഥവാ പ്രവൃത്തിയുടെ നിരക്കിനെയാണ് പവർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പവർ ഈക്വൽ ടു പ്രവൃത്തി ബൈ സമയം. യൂണിറ്റ് സമയത്തിൽ നമ്മൾ എത്ര പ്രവൃത്തി ചെയ്തു അതാണ് നമ്മുടെ പവർ. P ഈക്വൽ ടു W/T ആണ്. പവറിന്റെ യൂണിറ്റ് പ്രവൃത്തിയുടെ യൂണിറ്റ് ഡിവൈഡ് ബൈ സമയത്തിന്റെ യൂണിറ്റ് ആണ്. ദാറ്റ് ഈസ് ജൂൾ പെർ സെക്കൻഡ് ആണ്. ജൂൾ പ്രതി സെക്കൻഡിനെയാണ് വാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പവറിന് 2 യൂണിറ്റ് ആണ്. ജൂൾ പെർ സെക്കൻഡ് ആണ്.
ഓർ വാട്ടാണ്. ജൂൾ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് പ്രവൃത്തി ബൈ സമയം വെച്ചിട്ടാണ് നമ്മൾ പവർ കണക്കാക്കുന്നത്. 1 കിലോ വാട്ട് എന്ന് പറയുന്നത് 1000 വാട്ടാണ്. എന്നാൽ 1 ഹോഴ്സ് പവർ എന്നാൽ 746 വാട്ടാണ്. എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 1 കിലോ വാട്ട് 1000 വാട്ടാണ്. 1 ഹോഴ്സ് പവർ പവറിന്റെ മറ്റൊരു യൂണിറ്റ് ആണ്. ഈ ഹോഴ്സ് പവർ ഈക്വൽ ടു 746 വാട്ടിന് ഈക്വൽ ആണ് 1 ഹോഴ്സ് പവർ. ഓക്കെ, അടുത്തത് ഹോഴ്സ് പവർ എന്താണ് അഥവാ കുതിരശക്തി. പണ്ട് വണ്ടി വലിക്കാനും മറ്റു പല ആവശ്യങ്ങൾക്കും നമ്മൾ കുതിരകളെയാണ് ഉപയോഗിച്ചിരുന്നത്. ഒരു കുതിരയുടെ പവറിനെയാണ് ഒരു കുതിരശക്തി അഥവാ ഹോഴ്സ് പവർ അഥവാ 1 HP എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ടിന് ഈക്വലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെന്താണ് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.